ബംഗളൂരുവിലേക്ക് ആദ്യമായിട്ട് പഠിക്കാനും ജോലിക്കൊക്കെ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലെങ്കിലും ബംഗളൂരിൽ നിന്ന് ഫ്ലൈറ്റിന് യാത്ര ചെയ്യണം. ഞാൻ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹത്തിലൊന്നായിരുന്നു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കി വെച്ചു, ഒരു 2200 റുപ്യക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ആദ്യത്തിൻ്റെ യാത്ര എൻ്റെ നാട്ടിലേക്ക് ഫ്ലൈറ്റിന് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഗോവയിലേക്കും ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കൊക്കെ പല സമയത്തും ചെറിയ പ്രൈസ്, പിന്നെ കൊച്ചിയിലേക്ക് ചില സമയത്ത് 1600 റുപ്യൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ കണ്ണൂർ, അതേപോലെ തന്നെ ദുബായിലേക്കാണെങ്കിൽ ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒക്കെ വളരെ ചീപ്പായിട്ട് 14,000 റുപ്യ 13,000 റുപ്യക്കൊക്കെ ബാംഗ്ലൂരിന് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ബംഗളൂരിൽ വന്ന് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു യാത്രയായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും ഫ്ലൈറ്റിൻ്റെ ആദ്യത്തെ യാത്ര നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്തേക്ക് ഒരുപാട് സമയത്ത് ഫ്ലൈറ്റ് ഉണ്ട്. മുംബൈയിലേക്കൊക്കെ 2200 റുപ്യ 3000 റുപ്യക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാവാറുണ്ട്. കൊച്ചിയിലേക്ക് വളരെ ചീപ്പായിട്ട് ഉണ്ടാവാറുണ്ട്. കോഴിക്കോടിലേക്കും ചില സമയത്ത് 3000-ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. എന്നോട് പല കുട്ടികളും പറയുന്നൊരു കാര്യമാണ്, ഫ്ലൈറ്റിനൊന്ന് യാത്ര ചെയ്യണം. ഫ്ലൈറ്റിന് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര സാധാരണക്കാരനാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പറ്റും. അത്രയും അഫോർഡബിളാണ്.